എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന കുമ്പളങ്ങ മോരൂട്ടാനാണ് വയ്ക്കുന്നത്. തേങ്ങയൊന്നും അരയ്ക്കാണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒരു കുമ്പളങ്ങ മോരൂട്ടാൻ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഏകദേശം 1 കിലോ വലിപ്പമുള്ള കുമ്പളങ്ങയാണ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തേക്കുന്നത്. ഒരുപാട് ചെറുതാക്കിയിട്ടൊന്നുമില്ല. നമുക്കത് പാത്രത്തിലോട്ടിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു അര സവാളയാണ് ചെറുതായി കട്ട് ചെയ്തേക്കുന്നത്. ചെറുള്ളി താല്പര്യമുള്ളവർക്ക് ഒരു 5 or 10 ചെറുള്ളി ഇതിന് പകരം വേണമെങ്കിൽ എടുക്കാം. ഒരു 6 പച്ചമുളക് ഇതേപോലെ ചെറുതായി എരിഞ്ഞത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കുമ്പളങ്ങ മുങ്ങാൻ പരുവത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വെള്ളമൊന്നും വേണ്ട, ജസ്റ്റ് കുമ്പളങ്ങ ഒന്ന് മുങ്ങുന്ന വിധത്തിൽ മതി. വെള്ളം വറ്റുമ്പോഴേക്കും അപ്പോൾ കുമ്പളങ്ങ നമുക്ക് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇത്ര മതി നമുക്ക് വെള്ളം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. കുമ്പളങ്ങ വേവുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് നന്നായിട്ട് കട്ടയൊക്കെ കളഞ്ഞ് ഉടച്ച് വെക്കണം. ഞാനിപ്പോൾ 1 കിലോ കുമ്പളങ്ങയ്ക്ക് ഏകദേശം 1 കിലോ തന്നെയാണ് തൈര് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി കടുക് വറുക്കാനായിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം കടുക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂണോളം ഉലുവ, ആവശ്യത്തിന് കറിവേപ്പില, ഒരു 6 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയിലാണ് കടുക് വറുക്കണത്. 1 കിലോ തൈരാണ് ഞാൻ കട്ടയൊക്കെ കളഞ്ഞ് ഇതേപോലെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് തൈര് ഒരുപാട് പുളിയൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ 1 ടീസ്പൂണോളം ലൈം ജ്യൂസും എടുത്ത് വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങ കറിയിൽ ഒത്തിരി പുളിയൊന്നും വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഈ ലൈം ജ്യൂസ് അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഇനി കുറച്ച് നേരം വേണമെങ്കിൽ തുറന്ന് വെച്ച് വേവിക്കുക. വേവുന്നതിനനുസരിച്ചിട്ട് വെള്ളം വറ്റുമ്പോഴേക്കും നമുക്കത് പാകത്തിനാവും. വേവൊക്കെ ഒന്ന് നോക്കട്ടെ. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം തുറന്ന് വെച്ച് വേവിക്കുക, അല്ലെങ്കിൽ അടച്ച് വെച്ച് തന്നെ വേവിക്കുക. കണ്ടോ, നമ്മളുടെ കുമ്പളങ്ങ വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം മാത്രം നമുക്ക് തൈര് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റൗ എടുത്ത് മാറ്റാം. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കുമ്പളങ്ങയൊക്കെ തണുത്ത് എല്ലാം ആവിയൊക്കെ മാറി. ഈ ഒരു സമയത്ത് ഞാൻ തൈര് എടുത്ത് വെച്ചത് ഇതിലേക്ക് കുറേശ്ശെ ചേർത്തി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒപ്പം ലൈം ജ്യൂസും. ഒട്ടും ചൂട് പാടില്ല കേട്ടോ ഈ ഒരു സമയത്ത്. ഞാൻ ബാക്കിയുള്ള തൈരും ചേർക്കുന്നുണ്ട്, കാരണം കുമ്പളങ്ങ മോരൂട്ടാൻ വയ്ക്കുമ്പോൾ അതിൽ കൂടുതൽ തൈര് വന്നാൽ അത്രയും ടേസ്റ്റാണ് കറിക്ക്. ഞാൻ 1 ടീസ്പൂൺ ലൈം ജ്യൂസും ഫുൾ ഒഴിച്ചു. 1 കിലോ തൈരും ഫുൾ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ നോക്കുക, പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക നമുക്ക്. അപ്പോൾ കുമ്പളങ്ങ വേവുന്ന ഒരു ടൈം മാത്രമേ നമുക്ക് എടുക്കണുള്ളൂ ഈ ഒരു സിമ്പിൾ കറി വയ്ക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് വറുക്കാൻ നോക്കുക. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അതിലേക്ക് നമ്മളെടുത്ത് വെച്ച 1.5 ടേബിൾ സ്പൂൺ കടുക് ചേർത്തി കൊടുക്കുക. കടുക് നന്നായി പൊട്ടിത്തീരുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂണോളം ഉലുവ അതും ഇട്ട് കൊടുക്കുക. എടുത്ത് വെച്ചേക്കുന്ന വറ്റൽമുളക് അതും ചേർത്തി നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഇതിലേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച കുമ്പളങ്ങയിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക.
അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ യെല്ലോ കളറ് വേണ്ട എന്നുള്ളവർക്ക് മഞ്ഞൾ കുക്ക് ചെയ്യുമ്പോൾ അങ്ങ് അവോയ്ഡ് ചെയ്താൽ മതി. ഇത് കാച്ചി ഒഴിച്ചപ്പോൾ തന്നെ നമുക്ക് വേഗം ഒന്ന് അടച്ച് വയ്ക്കാം. ആ സ്മെല്ലൊക്കെ അതിലൊന്ന് തങ്ങി നിൽക്കട്ടെ. കുറച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഞാൻ ഒന്ന് കറി ഇളക്കി നോക്കാൻ പോവാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കുമ്പളങ്ങ കറി എല്ലാവരും വീടുകളിൽ തയ്യാറാക്കാം. ഇത് ഒരുപാട് ആളുകൾക്ക് അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. എന്നാലും പുതുതായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും സേഫായിട്ടിരിക്കുക.